ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് വിവേകിന് തൻ്റെ പ്രണയം വർഷയോട് തുറന്നു പറയാൻ സാധിച്ചിരുന്നില്ല. പല തെറ്റിദ്ധാരണകൾ കൊണ്ട് ഇരുവരും തങ്ങളിൽ അത്ര രസത്തിലുമായിരുന്നില്ല. എന്നാൽ ഇന്ന് വിവേക് തൻ്റെ പ്രണയം വർഷയോട് തുറന്നു പറയുക മാത്രമല്ല, വിവേകിൻ്റെ പ്രണയം വർഷ അത് മനസ്സിലാക്കുകയും വർഷയ്ക്കും വിവേകിനോട് പ്രണയം തോന്നി തുടങ്ങുകയും ചെയ്യുന്നുണ്ട്. വിവേക് എല്ലാ അപകടഘട്ടങ്ങളിലും വർഷയെ സഹായിക്കാൻ ശ്രമിച്ചതും അത് തെറ്റിദ്ധാരണയിലെത്താൻ കാരണമായ എല്ലാ കാര്യങ്ങളും വർഷയെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അവയെല്ലാം കേൾക്കുമ്പം തന്നെ വർഷയ്ക്ക് മനസ്സിലാകുകയും ചെയ്യുന്നുണ്ട്. അതേസമയം വസുന്ധരയുടെയും വിവേകിൻ്റെയും എല്ലാവരുടെയും പൊതുശത്രുവായ വിക്രമനെ ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതും NGK മീഡിയയിലൂടെ ലക്ഷ്മിയെ പറ്റിയുള്ള വാർത്തകൾ പ്രചരിച്ചതിന് ശേഷമുണ്ടായ അറസ്റ്റ് വസുന്ധരയ്ക്ക് വല്ലാണ്ട് സന്തോഷമാകുന്നുണ്ട്. ഈ വാർത്ത അറിയുന്ന അഞ്ജു ആണെങ്കിൽ എന്താണ് സംഭവിച്ചതെന്നറിയാൻ ഒരുപാട് തവണ രാഹുലിനെ വിളിക്കുന്നുണ്ടെങ്കിലും രാഹുൽ ഫോൺ എടുക്കുന്നില്ല. വേറൊന്നും കൊണ്ടുമല്ല, അമ്മയില്ലാത്ത രാഹുലിനെ വളർത്തിയത് ഡാഡിയാണ്. ആ ഡാഡിയെ പോലീസ് അറസ്റ്റ് ചെയ്തെന്ന് അറിഞ്ഞപ്പം രാഹുലിന് വിഷമമുണ്ടും താനും. രാഹുൽ ഫോൺ എടുക്കാത്തതിൻ്റെ ടെൻഷന് അഞ്ജു എങ്ങനെയെങ്കിലും രാഹുലിൻ്റെ വീട്ടിൽ കയറി പറ്റുന്നുണ്ട്. ഹരിത കാണാതെ തന്നെ. അഞ്ജുവിനെ കാണുന്ന രാഹുൽ ഷോക്കാവുന്നുണ്ടെങ്കിലും എങ്ങനെ ഇവിടെ എത്തിയെന്നൊക്കെ ചോദിക്കുമ്പം നീ ഫോൺ എടുക്കാത്തത് കാരണം ഞാൻ എങ്ങനെയെങ്കിലും ഇവിടെ എത്തിയതാന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് ശർമ്മള ആൻറ്റി വന്നിട്ട് പറയുന്നുണ്ട്, നിന്നെ ഇങ്ങനെ അല്ലായിരുന്നു സ്വീകരിക്കേണ്ടത്. നീ ഈ വീട്ടിലേക്ക് വലതുകാലി വെച്ച് വരേണ്ട പെൺകുട്ടിയാണ്. ഇങ്ങനെയല്ലായിരുന്നു സ്വീകരിക്കേണ്ടത്. ഇനി അതിനൊക്കെ സമയമുണ്ട്. ചേട്ടൻ്റെ തെറ്റുകൾക്ക് ചേട്ടന് ശിക്ഷ ലഭിക്കുക തന്നെ ചെയ്യും. അതുമാത്രമല്ല, ഇനി ഹരിതയുടെയും വിക്രമൻ്റെയും ഭരണമായിരിക്കില്ല ഇവിടെ, എൻ്റെയും രാഹുലിൻ്റെയും ഭരണമായിരിക്കുമെന്ന് ഒക്കെ ശർമ്മള അഞ്ജുവിനോട് പറയുന്നുണ്ട്. ആ സമയത്ത് രാഹുലും പറയുന്നുണ്ട്, എൻ്റെ ഡാഡി ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുക തന്നെ വേണമെന്ന് രാഹുലും പറയുന്നുണ്ട്. ഹരിത കാണാതെ എങ്ങനെയെങ്കിലും അഞ്ജു പുറത്തു പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ സമയത്ത് ഹരിത കണ്ട് അഞ്ജുവിനെ വിളിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ രാഹുൽ ഇടപെട്ട് അഞ്ജുവിനെ പറഞ്ഞയക്കാൻ ശ്രമിക്കുമ്പോൾ ഹരിത വിചാരിക്കുന്നത് വർഷയുടെ കൂട്ടുകാരിയായ അഞ്ജു ഇവിടെ എത്തിയത് വർഷ പറഞ്ഞു വിട്ടിട്ടായിരിക്കുമെന്ന് തെറ്റിദ്ധരിക്കുന്ന ഹരിത എന്തിനിവിടെ വന്നെന്നും പറഞ്ഞുകൊണ്ട് അഞ്ജുവിനോട് ഒരുപാട് ചൂടാവുന്ന സമയത്ത് രാഹുൽ ഹരിതയെ നല്ല വഴക്ക് പറഞ്ഞ് എങ്ങനെയെങ്കിലും അഞ്ജുവിനെ പറഞ്ഞയക്കുന്നുണ്ട്. ആ സമയത്ത് സന്തോഷമാവുന്ന അഞ്ജു പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു രാഹുലിനെ കാണാനാണ് ഞാനും ആഗ്രഹിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ സന്തോഷത്തിൽ പിരിയുന്നുണ്ട്. ഈ സമയത്ത് വിക്രമൻ്റെ പതനം ആഘോഷിക്കുന്നതിന് വേണ്ടി വസുന്ധരയും ഫാമിലിയും മൊത്തത്തിൽ ഒരു പാർട്ടി നടത്തുന്നുണ്ട്. ആ പ്രോഗ്രാമിൽ വിവേക് പാട്ട് പാടാൻ ഒരുങ്ങുന്നതിന് മുമ്പ് പറയുന്നുണ്ട്, ഈ പാട്ട് ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന ആൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു, എൻ്റെ പൂക്കിക്ക് വേണ്ടിയെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് വസുന്ധര ശിവനന്ദയോട് ചോദിക്കുന്നുണ്ട്, എന്താ ഈ പൂക്കി? അന്നേരം ശിവനന്ദ പറയുന്നുണ്ട്, ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ജെൻസി പദമാണ് പൂക്കി എന്ന് പറയുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ വർഷ രാവിലെ തന്നോട് വിവേക് പറഞ്ഞ പൂക്കിയുടെ കാര്യമൊക്കെ ചിന്തിക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ ശിവനന്ദ വിചാരിക്കുന്നത് ശിവനന്ദയ്ക്ക് വേണ്ടിയാണ് വിവേക് പാട്ട് പാടുന്നതെന്ന്. വർഷയ്ക്കാണെങ്കിൽ മുമ്പത്തെ കണക്ക് വിവേകിനോട് ഇപ്പം ദേഷ്യമില്ലെന്ന് മാത്രമല്ല പ്രണയം തോന്നി തുടങ്ങുകയും ചെയ്യുന്നുണ്ട്. ഇനി ഇവരുടെ പ്രണയ നാളുകളായിരിക്കും വരാനിരിക്കുന്നത്. അപ്പം വരാനിരിക്കുന്ന എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ.